എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 12 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ 11 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ആദ്യ 11 ദിവസം കൊണ്ട് 79,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 31,10,00,000, ഓവർസീസിൽ നിന്ന് മാത്രം 140,55,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 11 ദിവസങ്ങൾ കൊണ്ട് 252,85,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 12ാം ദിവസമായി ഇന്നത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 12ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു മുമ്പ് ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ 80 കോടി ക്ലബിൽ കയറുന്ന മൂന്നാമത്തെ സിനിമയെ ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ആദ്യത്തെ സിനിമ 2016 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ പുലിമുരുകനാണെങ്കിൽ രണ്ടാമത്തെ സിനിമ 2018 എന്ന സിനിമയാണ്. ഇന്നത്തെ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്ക് എത്തപ്പെടുന്ന മൂന്നാമത്തെ സിനിമയായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. 12 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12 ദിവസം കൊണ്ട് 80,20,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമ 11 ദിവസം കൊണ്ട് 252 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ. ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 12 ദിവസം കൊണ്ട് 255 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണല്ലോ ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന ബസൂക. ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാറിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന ബസൂക എന്ന സിനിമയുടെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ന് രാവിലെയോടെ ആരംഭിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 3 മണിയോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 10 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 26,50,000 എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റും 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. അടുത്ത സിനിമ ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മാർച്ച് മാസം 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ വിക്രം നായകനെത്തിയ വീരാധീരസൂരൻ. നിലവിൽ 12 ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,50,00,000 ചിത്രത്തിന്റെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വീരാധീരസൂരൻ എന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 37 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വീരാധീരസൂരൻ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 11 ദിവസം കൊണ്ട് 57 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നും ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സൽമാൻ ഖാൻ നായകനെത്തിയ സിനിമയാണല്ലോ സിക്കന്ദർ. ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആകെ 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ കാണുന്ന പോസ്റ്റർ പ്രകാരം 197,45,00,000 എത്തിയിരിക്കുകയാണ്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ചിത്രം 166 കോടി രൂപ മാത്രമാണ് നിലവിൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ളൂ. വമ്പൻ ബഡ്ജറ്റിലുള്ള സിനിമ ഇതിനോടകം തന്നെ വണ്ടി സസറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഏപ്രിൽ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ അല്ലു അർജുൻ നായകനെത്തിയ ആര്യ 2. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5,64,00,000 എത്തിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.